രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. സംപൂജ്യരായ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു രാമമാസം നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. പാരായണം നമ്മൾ മാടമ്പൽ ക്ഷേത്ര തിരുസന്നിധിയിൽ സമാരംഭിച്ചു കഴിഞ്ഞു. ഇത് 2ാം എപ്പിസോഡാണ്. കാട്ടാളരൂപനായിരുന്ന രത്നാകരൻ രാമരാമ മന്ത്രം കൊണ്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാകവിയായി മാറിയ രാമന്റെ മന്ത്രം അറിഞ്ഞോ അറിയാതെയോ ഉരുവിടുന്നവർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിലുപരി നല്ല ഒരു കുടുംബത്തിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ ആരായിരിക്കണം, അച്ഛനോടും അമ്മയോടും മക്കളുടെ ബഹുമാനം എങ്ങനെയായിരിക്കണം, സഹോദര സ്നേഹം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച പൊന്നു ഭഗവാനായ ശ്രീരാമദേവന്റെ കഥയിലേക്ക് 2ാം ദിവസം നമ്മൾ കടക്കുകയാണ്. ബാലകാണ്ഡത്തിൽ ഉമാമഹേശ്വര സംവാദത്തിൽ നമ്മൾ തുടർച്ച ആണ് വായിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ഹെഡിങ് അല്ല പറയുന്നത്. കഴിഞ്ഞ പാരായണത്തിന് ശേഷം തുടർന്ന് നമ്മൾ 32 ദിവസവും വായിച്ച് തീർക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീരുമാനം. ആര് വന്നാലും എത്ര പൗരാണികർ ഇതിൽ പങ്കെടുത്താലും വായിച്ചതിന്റെ ബാക്കി തന്നെ വായിക്കുവാൻ ശ്രദ്ധിക്കാൻ നിങ്ങളെ ഭഗവാന്റെ നാമധേയത്തിൽ അറിയിച്ചുകൊണ്ട് 2ാം ദിവസത്തെ പാരായണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ശ്രീ മാടമ്പിൽ വാഴും ശ്രീ ഭഗവതി അടിയങ്ങളിൽ പ്രസീദ പ്രസീദ പ്രസീദ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയാം സീതാദേവി നമഃ. ഓം ശ്രീ ലക്ഷ്മണായ ഭരതശത്രുഘ്നായ നമഃ. ഓം ശ്രീ ഹനുമതേ നമഃ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ.
ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മാമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരി ഓം. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാർ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. വാണിടുക അനാരതം എന്നുട നാവു തന്മേൽ വാണി മാതാവേ. വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനേ. യഥാകാനനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം പദാവലി തോന്നേണം കാലേ കാലേ പാരാദസലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചു അനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവസുത നന്ദനപുത്രൻ വിഷ്ണുജോദ്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രം എല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖൻ ഉള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരിക. എപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മക്കളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണ അരുണാംബുജലീനവാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യം എല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. പാരായണം തുടർച്ച.
പുഷ്കരാശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരി ശൂർഭണക. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ കരൻ കോപിച്ചു. യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോട്. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർഭണക പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു. സൽഗതി കൊടുത്തപ്പോൾ മായാ മാനുഷൻ കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. രാക്ഷസവേഷം വേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു. പോയി ശബരി തന്നെ കണ്ടു. മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത. മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായി മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യോ സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീത അന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാ ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണന് അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതം ആക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി. പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നു അരുളിടിനാൻ ജഗന്നാഥൻ. ഓം ശ്രീരാമ രാമ 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 നാരായണ കൃഷ്ണ. യാജ്ഞനാം നാരായണൻ ഭക്തി ഉള്ളവർക്കു സായുജ്യമാ മോക്ഷത്തെ നൽകിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗത് അഭിരാമൻ അവ്യയൻ അനേകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്യത് ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്ക എന്നതും പുനർ ഇരിക്ക എന്നതും കിഞ്ചിൽ ഭ്രമിക്ക എന്നതും തഥാ ദുഃഖിക്ക എന്നതും ഇല്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജന തനയനോണ്ട് ഇങ്ങനെ സീതാദേവി
കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനർ അവനോട് ഉരച്ചേത് പരമാത്മാവാകുന്ന ബിംബത്തിന് പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികേടു തേജോരൂപിണിയാകും എന്നുടേ മായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അത് സഖേ തത്വം അസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഓം ഗും ഗുരുഭ്യോ നമ, ഓം ഗും ഗുരുഭ്യോ നമ, ഓം ഗും ഗുരുഭ്യോ നമ. തത്വം അസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മത്ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും. ഇല്ല സംശയം ഏത് മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം. ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞ് അറിയിക്കരുതടോ. പരമ ഉപദേശം ഇല്ല ഇതിന്മീതെ ഒന്നും. രാമാ സീതാപദേ ശ്രീ മഹാദേവൻ ദേവിയോട് ആരുൾ ചെയ്തു രാമമാഹാത്മ്യം ഇതം പവിത്രം ഗുഹ്യതമ സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട് അനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും. ഒരു സംശയം ഇല്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാക്കിലും ഒക്കവേ നശിച്ചു പോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെ. എന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ
ലോകനിന്ദിതൻ ഏറ്റം എങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. കൃഷ്ണ അത്രയല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും, ഇല്ല സംശയം ഏതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ ശംഭോ മഹാപ്രഭോ പന്നഗ വിഭൂഷണ. ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായത് മോഹമൊക്കെ നിന്നനുഗ്രഹാൽ മഹാദേവ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം. അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ച്. അരുൾ ചെയ്തതേതുമേ മതിയല്ല, സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങൾ എല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിം കണന്മാരായുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യ സൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനർ. അതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച് അരുൾ ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദരഗാത്രീ. കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വാത്മീകി പുനർ24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൽ അതിൽ ഇതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാൻ. ഏവം പുരാ അധ്യാത്മരാമായണം എന്നു പേരിതിന്നെ. ഇതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ശിവൻ രാമായണ കഥകളെ ആഖ്യാനം ചെയ്യുന്നു. പങ്ക്തി കന്ദരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാ ഭൂമിദേവി
ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞു. ഏറ്റവും വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ഇവ ചെന്നു വേദനം ചെയ്യുക, എന്നെ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവൻ ഏവം ചിന്തിച്ചു ദേവന്മാരോടെ ആരോട് ഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി. പുരുഷ സുക്രം കൊണ്ടു ദേവനെ സേവിച്ച് ഇരുന്നീണ്ടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്ക് ഉദിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്ന പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാ മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരം ഇന്ദിരാ മനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യം ആനന്ദോദയം വത്സലാഞ്ജന വത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരു സന്നിപ കിരീടോദ്യൽ കുണ്ടല മുക്താഹാര കേയൂരാംഗത കടക കടിസൂത്ര വലയ അങ്കുലീയകാദി അഖില ഭൂഷണ കലിത കളേപരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു. സരസിരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസ പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ഹരിയോ നാരായണ ഹരിയോ കലിതാ കളേപരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു. സരസിരുഗഭവൻ മധുരസ്ഫുടാക്ഷരോ സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നെ അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാന അനന്ത ആനന്ദ അമൃത അദ്വയം ഏകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ല ഒരുവനും കൈവല്യം ഒരു നാൾ.
മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ട് ഒഴിഞ്ഞു മറ്റൊന്നിനും ആവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വം അന്തികെ കാണായി വന്നിത് എനിക്കു ഭാഗ്യവശാൽ. സത്വജിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേതസി സദാകാലം. ഭക്തവത്സല പോറ്റി സംസാരാമയ പരിതപ്ത മാനസന്മാര പുംസാ ത്വൽഭക്തി ഒഴിഞ്ഞില്ല. ഭേഷജമേതും മരണം ഓർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ കരുണാമൃതനിധേ പെരുക വളരുന്നു മരണകാലേ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി മരണകാലേ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി തരികവരം നാഥ കരുണാകരാ പോറ്റി. ശരണം ദേവ രമാ രമണ ധരാപദേ പരമാനന്ദമൂർത്തെ ഭഗവൻ ജയ ജയ പരമാ പരമാത്മൻ പരബ്രഹ്മഖ്യ ജയ പരചിന്മയ പരാപര പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനന്ദൻ. ഇതി സ്തുതി ചെയ്തോരു നേരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക എന്നതു കേട്ടു സരസീരുക ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഈ കാലം നാഥ. പൗലസ്ത്യതനയനാൻ രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ മധ്യത്തവരബല ദർപ്പതനായിട്ട് ദർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞ് അവനേക ശാസനമാക്കി ചമച്ച് ലോകമല്ല പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞ് അവനില്ല മറ്റാരാലുമേ മൃത്യു എന്നതും മുന്നേ കൽപ്പിതം. ജഗത്പദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്ന്
ഇനി പന്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ സന്തതം നമസ്കാരം. അതിന് മതിരിവോ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. ഓം ശ്രീരാമ രാമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ തവ ചരണാംബുജം നമോ നമഃ.